നാടുകളിൽ നമ്മുടെ സമ്പത്തുകളിൽ കൃഷി ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുണ്ട് എന്നാണ്. ഫയക്കുലു മിൻഹു തയ്റുൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാനും പറ്റും, നിങ്ങൾക്കും അതിൽ നിന്ന് ലാഭമെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, അതിൽ നിന്ന് പക്ഷികൾക്ക്, മറ്റുള്ള ജീവികൾക്ക് അത് ഭക്ഷിക്കാൻ കഴിയും. അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, ഔ യസ്തളില്ലു ഇൻസാനൻ, അതായത് ആ ഒരു മരത്തിൽ നിന്ന് നമ്മൾ ഒരു തൈ പിടിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ചെടി നട്ടുപിടിപ്പിച്ചു, അത് വളർന്ന് പടർന്ന് പന്തലിച്ച് അതിൽ ഒരാൾ അതിൻ്റെ തണലിൽ പോയി ഒരു ജീവിയോ ഒരു മനുഷ്യനോ ഇരിക്കട്ടെ, അദ്ദേഹത്തിനൊരൽപ്പം തണൽ കൊടുത്തു, അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പുകളിൽ കുറച്ച് പക്ഷികൾ കൂടുകൂട്ടി. ഇങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ ആ വൃക്ഷത്തിൽ നിന്ന് ഒരാൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുവോ, ഉപകാരം കിട്ടുന്നുവോ, അതിനൊക്കെ ഇല്ലാക്കാന ലഹു സദഖ, സദഖയുടെ പ്രതിഫലം ഈ മനുഷ്യന് കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു വളരെ പ്രായം ചെന്നൊരു സമയത്ത് കൂനിക്കൂനി നടന്നുപോയി, കൂനിക്കൂനി ഇങ്ങനെ പോയി, വളരെ വാർദ്ധക്യ സമയത്ത് ഒരു തൈ നടുന്നത് സഹാബാക്കൾ കണ്ടു. സഹാബാക്കൾ ചോദിച്ചു, യാ സഹാബ, യാ അബൂദർദാ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു പ്രായത്തിൽ, വാർദ്ധക്യ സമയത്ത് നിങ്ങൾക്ക് ആ ചെടി നട്ടത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. അബൂദർദാ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, സഹാബ, ഈ ചെടിയിൽ നിന്ന്, ഞാൻ നട്ട ഈ ചെടി പിന്നീട് വളരുകയും അതിൽ നിന്ന് കായ്ക്കനികൾ മറ്റുള്ളവർ ഭക്ഷിക്കുകയും അതിൽ നിന്ന് ആരൊക്കെ ഉപകാരമെടുക്കുന്നുവോ അതിനനുസരിച്ച് എനിക്ക് നാളെ പരലോകത്ത് ഖബറിൽ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോക പരിസ്ഥിതി ദിനത്തിന്റെ ദിവസത്തിലാണ് നാമൊക്കെ ഉള്ളത്. വളരെ നമ്മുടെ ഈ വ്യവസ്ഥകളെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ പരിസ്ഥിതി സംരക്ഷണത്തിനെ നമ്മൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇസ്ലാമിൽ അതിന് വലിയ കാഴ്ചപ്പാടും നാളെ പരലോകത്ത് വലിയ പ്രതിഫലവും ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇസ്ലാം 20ാം നൂറ്റാണ്ടിന്റെ അവസാന സമയങ്ങളിലാണ് ലോകം പോലും ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ രൂപത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായത്. എന്നാൽ ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പക്ഷി കൂടുകൂട്ടിയ മരം പോലും വെട്ടാൻ അയക്കാത്ത പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇസ്ലാം വലിയ കാഴ്ചപ്പാടോടുകൂടെയാണ് ഇസ്ലാം ഇതിനെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് പരലോകത്തും ദുനിയാവിലും വലിയ ഉപകാരം ലഭിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നത് പോലും പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യാപനമാണ്. നിങ്ങളിത് ഇവിടേക്ക് വന്നത്, ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്, മലായിക്കത്തിങ്ങളോട് പറയുന്നുണ്ട്, ഖലീഫയായിട്ടാണ്. എന്താണ് ഖലീഫ? ഖലീഫ എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൺട്രോൾ ചെയ്ത് ഇവിടെ കൃത്യമായ വ്യവസ്ഥാപിതമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായ വ്യവസ്ഥാപിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രതിനിധിയാണ്, അള്ളാഹുവിന്റെ ഒരു പ്രതിനിധിയാണ് സത്യത്തിൽ ഖലീഫ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ടല്ലോ, തഹഫ്ഫദു മിനൽ അർളി ഫഇന്നഹാ ഉമ്മക്കും, നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കണം, ഭൂമിയെ നിങ്ങൾ സംരക്ഷിക്കണം. കാരണം ഫഇന്നഹാ ഉമ്മക്കും, അത് നിങ്ങളുടെ മാതാവാണ്, ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ പിറവി കൊള്ളുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ ഈ സന്തുലിതാവസ്ഥ, വവദഅൽ മീസാൻ എന്ന് പറഞ്ഞ ഈ ഒരു സന്തുലിതാവസ്ഥ, ഇവിടെ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം, മാമലകൾക്കിടയിലുള്ള ദൂരം, ഒരു മരം എത്രത്തോളം വളരണം, അതിന്റെ വേരുകൾ അടിയിലേക്ക് എത്രത്തോളം പോവണം, ഇങ്ങനെ കൃത്യമായ വ്യവസ്ഥാപിതമായി അള്ളാഹു സംവിധാനിച്ച് ഈ സംവിധാനങ്ങളെ അതിന്റെ അതിരുമുഴുവനും ഭേദിക്കുന്ന രൂപത്തിൽ, അതില്ലായ്മ ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ പോകരുത്. അതുകൊണ്ട് ഈ പരിസ്ഥിതി സംരക്ഷിക്കുന്ന രൂപത്തിൽ, അതിനെ എടുത്തു കളയുന്നതിന് തൊട്ട്, അല്ലെങ്കിൽ അതിനെ നിർജീവമാക്കുന്നതിന് തൊട്ടൊക്കെ നമ്മൾ കൃത്യമായി ബോധവാന്മാരായിക്കൊണ്ട് അള്ളാഹു ഇവിടെ ഇത്ഖാൻ ചെയ്ത, കൃത്യമായി ഭദ്രതയോടുകൂടെ മുന്നോട്ട് വെച്ച
ഈ അവസ്ഥകളെ, വ്യവസ്ഥാപിതമായ ഈ അവസ്ഥകളെ മുഴുവനും നമ്മൾ ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് നമുക്ക് വലിയ പ്രതിഫലമാണ്. പ്രത്യേകിച്ച് ഉമ്മ സഹോദരിമാരെ, നമ്മുടെ വീടുകളിൽ ചെറിയ തൈകൾ നടുക. നമ്മൾ നമ്മുടെ വീടുകളിൽ വൃക്ഷങ്ങളെ, ചെടികളെ, മറ്റു കൃഷികളെ നമ്മൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇന്നും ഈ പ്രകൃതി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗം പോലും മലകളെ കൊണ്ടും പുഴകളെ കൊണ്ടും അരുവികളെ കൊണ്ടുമാണ് നമുക്ക് പിന്നെ അതിന്റെ പ്രത്യേകതയെ ഖുർആനും ഹദീസും ഒക്കെ വർണ്ണിച്ചു തന്നത്. AI ടെക്നോളജിയൊക്കെ വളർന്നിരിക്കുന്ന ഈ കാലത്ത് വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ AI ടെക്നോളജിയെ കുറിച്ചോ പിന്നെ അതിന്റെ വലിപ്പത്തെയും സൗന്ദര്യത്തെയും അല്ലല്ലോ സ്വർഗത്തിൽ കാണിച്ചു തന്നത്. മറിച്ച് മലകളെ, പുഴകളെ, അരുവികളെ, അവിടത്തെ പിന്നെ അങ്ങനെ പല പ്രകൃതികളെ ഒക്കെയാണ്, അതിന്റെ പച്ചപ്പിനെയാണ് നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് ആ പ്രകൃതിയുടെ സൗന്ദര്യത്തിന് കോട്ടം സംഭവിക്കാത്ത രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.